ഉണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സഖാവ് പന്നിയൻ രവീന്ദ്രൻ ഏറെ ശുഭകരമായ ഒരു മുന്നേറ്റത്തിൻ്റെ വക്കിലോട്ട് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നടക്കുന്ന ഈ മത്സരത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് ശശി തരൂർ എന്നുള്ള സ്ഥാനാർത്ഥി കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ മണ്ഡലത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒന്ന് നമ്മൾ വേരോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു കണിക പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ വിശേഷമാണ്. ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഴ്സലോണ നഗരമുണ്ടാക്കി കൊടുക്കാം, ഹൈക്കോടതി ബെഞ്ചുണ്ടാക്കി കൊടുക്കാം എന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്തതെന്നല്ലാതെ അക്ഷരാർത്ഥത്തിൽ MP എന്നുള്ള ആളെ നമ്മൾ കഴിഞ്ഞ 15 വർഷത്തിന് ശേഷം ഈ തീരദേശ മേഖലയിൽ കാണുന്നത് എപ്പോഴെങ്കിലും ഈ പറയുന്നത് പോലെ വോട്ടെടുപ്പിൻ്റെ സമയത്ത് ഒരു കാറിൽ ഇറങ്ങി ഈ വരുന്ന അവസ്ഥാവിശേഷമല്ലാതെ സഖാവ് പന്നിയൻ രവീന്ദ്രൻ്റെ പ്രത്യേകത സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെട്ട് കാലാകാലങ്ങളിലായി ഈ പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ടായി ഇരുന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളടങ്ങുന്ന ഒരു നേതാവ്. അതിനേക്കാളും നമ്മൾ വൈരുദ്ധ്യമായിട്ട് കാണേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മാധ്യമ പ്രവർത്തകൻ ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ ശശി തരൂരിനോട് ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ, ഇന്ത്യ കാണുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി ആരാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു ആശങ്കയ്ക്കും വകയില്ലാതെ പറഞ്ഞത് നരേന്ദ്രമോദി ആയിരിക്കും ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഈ ശശി തരൂർ എങ്ങനെ നമുക്ക് വിശ്വസിക്കാം നാളെ അദ്ദേഹം എന്തെങ്കിലും ഒരു അവസ്ഥയിൽ BJPയുടെ ഒരു വക്താവായിട്ട് മാറില്ല എന്നുള്ള തീരുമാനം? അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയുള്ള പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിലുള്ള ആൾക്കാർക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന 2 നേതാക്കളാണ് AK ആന്റണി, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. എന്ത് സംഭവിച്ചു? അതുപോലെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകുന്ന അവസ്ഥ. പിന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പരിഷ്കരണങ്ങളും ഏറ്റവും കൂടുതൽ വിപ്ലവകരമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ LDF ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തലായിട്ട് മാത്രമാണ് നമ്മൾ ഈ ഇലക്ഷനിൽ കൂടെ കാണുന്നത്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. സഖാവ് പന്നിയൻ രവീന്ദ്രൻ റിസൾട്ട് വരുമ്പോൾ ജയിച്ചിരിക്കും. ഞങ്ങൾ കണികൾക്ക് ഒരു ആശങ്കയ്ക്കും വകയില്ല. ഈ പൗരത്വം എന്ന് പറയുന്നത് നടപ്പിലാക്കുമെന്ന് ഉറപ്പുണ്ടോ? പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് വക്താവോ അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയെ പോലും CA കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി വളരെ അക്ഷരാർത്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, CA എന്നുള്ള ഏത് സംസ്ഥാനങ്ങളിൽ നടന്നു കഴിഞ്ഞാലും അത് കേരളത്തിൽ ആ പരിപ്പ് വേവാൻ പോകില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.